ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെ വിശേഷമായാലോ. അപ്പം നമ്മുടെ വേദയും വിക്രമവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മുടെ വിക്രം വേദയോട് പറയാൻ ചെല്ലുന്നുണ്ട്. ഒരേ കാര്യങ്ങൾ പറയാൻ ചെല്ലുമ്പോഴും വേദ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയാണ്. അങ്ങനെ ഒരു ദിവസം വേദ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് വിക്രം വേദേനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ വേദേനെ കാണുമ്പോൾ വേദ വിക്രത്തിനെയും കാണുന്നുണ്ട്. പക്ഷേ വേദ കാണാത്ത പോലെ നടന്നു പോവുകയാണ്. അപ്പോൾ വിക്രം പുറകെ ചെന്ന് വേദ വേദ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ നിൽക്കും. എന്നിട്ട് വേദ അവിടെ വിക്രം പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. അപ്പോൾ വേദ പറയും, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയും. വേദ അത് പറ്റില്ല, നീ ഒന്ന് വണ്ടി കയറ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് വേദ പ്ലീസ് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ വിക്രം പറയണ കേൾക്കുമ്പോൾ വേദ വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ കയറി രണ്ടുപേരും കൂടി ഇങ്ങനെ പോയിട്ട് ഒരു ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയി നിന്ന് വർത്താനം പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പ്രശ്നം, നീ ഒന്ന് പറയ് വേദ, എന്നെ ഇങ്ങനെ അവഗണിക്കാൻ പാകത്തിന് ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയും, എനിക്കത് നിങ്ങളോട് പറയാൻ താല്പര്യമില്ല, നിങ്ങളുടെ കൂടെ ഇത്ര കാലം ഞാൻ ജീവിച്ചെങ്കിലും അതൊരു ജീവിതമായി എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഇഷ്ടമല്ല, നിങ്ങളെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സങ്കല്പിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് രാധയായിട്ട് പണ്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം, ഞാൻ വന്ന് കൊണ്ടാണ് നിങ്ങൾ അവളിൽ നിന്ന് അകന്നത്, നിങ്ങൾ തമ്മിൽ പല ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രാധ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ വിക്രം ഇതിനോട് നമ്മുടെ വേദ പറയുകയാണ് കേട്ടോ. കുറേ നേരമൊക്കെ ഇപ്പോൾ വേദ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, വിക്രം നിർത്ത് വേദ നിർത്ത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട, ഞാനും രാധയും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ വേദ സമ്മതിക്കുന്നില്ല കേട്ടോ. വേദയ്ക്ക് എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ അടുത്ത് നിന്ന് പോന്നാൽ മതി എന്നുള്ളൂ. എന്നിട്ട് വേദ പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കാശും പണവും ഇത്തിരി സൗന്ദര്യവും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എന്നെ അബദ്ധത്തിലാണ് നിങ്ങൾ കല്യാണം കഴിച്ചെങ്കിലും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ രാധേനെ നൈസായിട്ട് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ സ്വീകരിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വാശിയും എൻ്റെ വാശിയൊക്കെ മാറുമ്പോൾ ഞാൻ നിങ്ങളെ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ, അതാണ് നിങ്ങൾ രാധേനെ വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് വിക്രത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേദ ഇങ്ങനെ ഓരോന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട വഴിക്ക് നമ്മുടെ വിക്രത്തിന് ദേഷ്യം വന്നു. വിക്രം കൈ ഇങ്ങനെ എടുത്ത് അവളെ അടിക്കാനായിട്ട് ഓങ്ങുകയാണ് കേട്ടോ നമ്മുടെ വേദേനെ. എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.